സ്വന്തമായി അധ്വാനിച്ച പൈസ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു പ്രൗഡ് മൊമെൻ്റാണ്, പ്രത്യേകിച്ച് കുട്ടികൾക്ക്. ആദ്യമായി അങ്ങനെ ഒരു പ്രൗഡ് മൊമെൻറ്റിലാണ് ഹയമോള്. അവളുടെ KG1 കംപ്ലീറ്റ് ആയ സമയത്ത് മിസ് എല്ലാവർക്കും ഒരു കോയിൻ ബോക്സ് ഗിഫ്റ്റായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. കറക്റ്റ് പറയുകയാണെങ്കിൽ 2025 മാർച്ച് മുതലാണ് നമ്മളിതിൽ കോയിൻസ് ഇടാൻ തുടങ്ങിയത്. ആദ്യമേ ഹയയും ഹെസും ഒരുമിച്ചായിരുന്നു ഇതിൽ നിന്നും വൈകുന്നേരങ്ങളിൽ ഇക്കാളിൽ നിന്നും ജോലിക്ക് പോയിട്ട് വരുമ്പോൾ കിട്ടുന്ന ക്യാഷ് അതിൽ കളക്ട് ചെയ്തിടുമായിരുന്നു. പിന്നീട് KG2 മിസ്സും ഒരു കോയിൻ ബോക്സ് കൊടുത്തപ്പം അത് ഹയക്ക് ഹെസു സെപ്പറേറ്റ് ഹെസുവിനായിട്ട് കൊടുത്തു. അപ്പോൾ ഹയയും ഹെസും സെപ്പറേറ്റ് 2 കോയിൻ ബോക്സിലായിട്ട് കോയിൻസ് ഇടുന്നുണ്ട്. ഇപ്പം 1 വർഷവും 4 മാസവുമായപ്പോൾ ഹയയുടെ കോയിൻ ബോക്സ് നിറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഈ ഒരു കോയിൻ ബോക്സ് ഓപ്പൺ ചെയ്തിട്ട് കൗണ്ട് ചെയ്യുകയാണ്. ഇപ്പം ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ ഏതൊരു ഏജ് കാറ്റഗറിയിൽ പെട്ടവർക്കാരും ഇങ്ങനെ ഒരു ശീലം വളരെ നല്ലതാണ്. എസ്പെഷ്യലി പ്രവാസികളുടെ കാര്യം പറയുകയാണെങ്കിൽ നമുക്കൊരു എമർജൻസി കേസ് വരുന്ന സമയത്ത് പലപ്പോഴും പ്രവാസികളുടെ കയ്യിൽ ഒരുമിച്ചൊരു തുക എടുക്കാൻ കിട്ടാറില്ല. അങ്ങനെ വരുന്ന സമയത്ത് നമുക്കിതൊരു ഭയങ്കര ഒരു സേവിങ്സ് തന്നെ ആയിരിക്കും. അതുപോലെ തന്നെ കുട്ടികളിലും ഇങ്ങനൊരു സമ്പാദ്യശീലം വളർത്തുന്നത് വളരെ നല്ലതാണ്. അങ്ങനെ അവസാനം നമ്മൾ കോയിൻസ് എണ്ണിയപ്പം 816 ദിറംസ് കിട്ടി. അപ്പം അതൊന്ന് റൗണ്ട് ചെയ്യുന്നതിന് വേണ്ടി 16 ദിറംസ് ഹെസുവിന് കൊടുത്തു. കാരണം അവൾക്കൊരു സന്തോഷമാകട്ടെ എന്ന് കരുതി. അങ്ങനെ എന്താ പറയുന്നത്, രണ്ടുപേരും ഒരു ത്രില്ലിലാണ്. ഹയമോളിപ്പോൾ എന്ത് മേടിക്കണം എന്നുള്ളൊരു ചിന്തയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ.